അപ്പോൾ എങ്ങനെയായാലും ഒരാൾക്ക് ഒരു 1.5 കോടിയിലേക്ക് അത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ലെവലിലേക്കുള്ള ഒരു പ്ലാനാണ്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 24% ആണ് ഇതിന് റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. 2024 24% തന്നെയാണ്. 2025 25% കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഇപ്പോൾ 1 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 60% 66% ഗ്യാരണ്ടീഡിൽ പോകും, ബാക്കി മാർക്കറ്റിലേക്ക് പോകും. അതായത് ഈ 66% തന്നെ വളർന്ന് 100% കിടക്കും. അപ്പോൾ ക്യാപിറ്റൽ ഏകദേശം പ്രൊട്ടക്ഷനായി, ഗ്യാരണ്ടീഡ് പ്രൊട്ടക്ഷൻ. അപ്പുറത്തുള്ള എമൗണ്ട് വളർന്നിട്ട് മാർക്കറ്റിൽ റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കുറഞ്ഞ കാലയളവിലാണെങ്കിലും നമുക്ക് ധൈര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് ധൈര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഒരു 35 വയസ്സുള്ള ഒരാൾ ഒരു 7 വർഷം അടക്കുന്നു, പ്രീമിയം അടക്കുന്നു, 15ാമത്തെ വർഷം മൊത്തത്തിൽ എടുക്കുന്ന മോഡലാണ് ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5 ലക്ഷം വെച്ചിട്ട് 7 വർഷം അടക്കുന്നു, 35 ലക്ഷം ആൾ അടച്ചു. അപ്പോൾ ഇയാൾ അടക്കുന്ന 35 ലക്ഷത്തിൻ്റെ 66% പോകുന്നത് ഗ്യാരണ്ടീഡ് ഫണ്ടിലേക്കാണ്. ആ ഗ്യാരണ്ടീഡ് ഫണ്ട് തന്നെ ഒരു 120% ഗ്രോത്ത് ഒക്കെ ആൾക്ക് ഗ്യാരണ്ടീഡ് കൊടുക്കും. അപ്പോൾ എങ്ങനെയായാലും ഒരു 40 ലക്ഷം കൂടുതൽ ഇവിടെ ഗ്യാരണ്ടീഡ് വരും. കൂടാതെ മാർക്കറ്റിലെ റിട്ടേൺ ഒരു 8% ഗ്രോത്തിലാണെങ്കിൽ എല്ലാം കൂടെ രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 65 ലക്ഷമാണ് ഇവിടെ 8% ഗ്രോത്തിൽ കാണിക്കുന്നത്. സാധാരണ ഒരു 12% ഒക്കെ നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ICICIയുടെ തന്നെ ഹിസ്റ്ററിയിൽ 20% പുറത്താണ് കഴിഞ്ഞ 3 വർഷം കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ഫ്ലെയർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 24% ആണ് ഇതിന് റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. 2024 24% തന്നെയാണ്. 2025 25% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2026 ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശതമാനം തന്നെ ആയിരിക്കും. നമ്മൾ ഓൾറെഡി 8% ഗ്രോത്തിലാണ് നമ്മൾ 65 ലക്ഷം കാണിച്ചിട്ടുള്ളത്. ഇത് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്. അതായത് നമ്മുടെ 33% ഫണ്ടിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെർസെൻറ്റേജ്. അപ്പോൾ എങ്ങനെയായാലും ഒരാൾക്ക് ഒരു 1.5 കോടിയിലേക്ക് അത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ലെവലിലേക്കുള്ള ഒരു പ്ലാനാണ്. ഇനി ഇത് ഏതൊക്കെ ഫണ്ടിലേക്കാണ് പോകുന്നുള്ളതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ പോർട്ട്ഫോളിയോ കിടക്കുന്നത്. ഇത്രയും കമ്പനികളിലേക്ക്, ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഇത്രയും കമ്പനികളിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. 100% ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ HDFC ബാങ്കാണ് ഇപ്പോൾ 12% അതിലാണ് കിടക്കുന്നത്. റിലയൻസിൽ 6% കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് വൈസിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പലപ്പോഴും ഇങ്ങനെ ഫണ്ട് മാനേജേഴ്സ് ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മുടെ ഫണ്ട് അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെറുതെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഫണ്ട് മാനേജേഴ്സ് മാറ്റുന്ന ഫണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടും. എന്നാൽ ക്യാപിറ്റൽ ഓൾറെഡി പ്രൊട്ടക്ഷൻ അവിടെ ചെയ്ത് എന്തിനാ വെച്ചാൽ ഇനി അടുത്തൊരു 20 വർഷത്തേക്ക് ഒരു 3-4 യുദ്ധമോ അല്ലെങ്കിൽ കൊറോണ പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റ് കയറാൻ ചാൻസ് ഇല്ല. ആ സമയത്ത് നമുക്ക് ഗ്യാരണ്ടീഡ് എമൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്കൊരു 120% ഒക്കെ ഗ്രോത്ത് അവിടെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടച്ച ഈ ഫണ്ട് മാത്രം കിട്ടിയാൽ പോലും നമുക്കൊരു 150% ഗ്രോത്ത് അവിടെ ഉറപ്പായിട്ടുള്ള മോഡലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി.